നോട്ട് നിരോധനം ശരിവെച്ച സുപ്രീംകോടതി വിധിയിൽ കോടതി പരിശോധിച്ചത് ഭരണപരമായ കാര്യങ്ങൾ മാത്രമാണെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ. നോട്ട് നിരോധന വിധിയിൽ ഭിന്നവിധിയുണ്ട്. നോട്ട് നിരോധനം കൊണ്ട് ഒരു ഫലവും ഉണ്ടായില്ലെന്നും വേണ്ടത്ര ആലോചനയില്ലാതെയാണ് പല നടപടികളും കേന്ദ്രം സ്വീകരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാണോ ഇവർ ഈ നോട്ട് നിരോധനം നടപ്പിലാക്കിയത് അതിന്റെ ഒരു ഫലവും ഉണ്ടായില്ല. ഈ നോട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ 99% നോട്ടും തിരിച്ചു വന്നു എന്നുള്ളതാണ് വന്നത്. അപ്പം ആ പറഞ്ഞ തരത്തിലേക്ക് ഒരു കാര്യം ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ വിധി എന്ന് പറഞ്ഞ ഒരു സാങ്കേതികമായ ഒരു അക്കാഡമിക് എക്സസൈസ് എന്നെല്ലാം കാണാൻ പറ്റും. എക്കണോമിക് ഉണ്ടായ ഒരു തകർച്ചയ്ക്ക് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുന്നില്ല. കേന്ദ്ര ഗവൺമെന്റ് BJPയുടെ നേതൃത്വത്തിൽ പല രംഗത്തെടുക്കുന്ന തീരുമാനങ്ങളും ഈ തരത്തിൽ വലിയ തോതിൽ നമ്മുടെ സംസ്ഥാനങ്ങളുടെയും ജനങ്ങളുടെയും രാജ്യത്താകെയുള്ള പൗരന്മാരുടെയും ജനങ്ങളുടെയും ജീവിതത്തെ ബാധിക്കുന്ന പല തീരുമാനങ്ങളും വേണ്ടത്ര ആലോചനയില്ലാതെ എടുക്കുന്നുണ്ട്. ഡിമോണിറ്റൈസേഷൻ കഴിഞ്ഞ് ഇപ്പോൾ വേറെ മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞൊരു കാര്യം പറയുന്നുണ്ട്. പൊതുമേഖല മൊത്തം വിറ്റു തലയ്ക്കണം. അതുപോലെ പല തീരുമാനങ്ങൾ എടുക്കുകയാണ്. നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകളും പ്രധാനപ്പെട്ട സ്ഥലങ്ങളും ഒക്കെ വിറ്റു. ഇനിയിപ്പോൾ നാളെ ആയിരിക്കും ഇതിന്റെ ഇമ്പാക്ട് മനസ്സിലാവുക. കെ.ആർ. നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജാതി വിവേചനം നടന്നിട്ടില്ലെന്ന് അടൂർ ഗോപാലകൃഷ്ണൻ. പ്രചരിക്കുന്നത് തെറ്റായ വിവരങ്ങളാണ്. വിവാദമല്ല, അപവാദമാണ് നടക്കുന്നതെന്നും ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ അടൂർ ഗോപാലകൃഷ്ണൻ ന്യൂസ് 18നോട് പറഞ്ഞു. അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഈ ജാതി തിരിച്ചുള്ള ഗുണങ്ങളും സൗകര്യങ്ങളും ഒക്കെ ചെയ്ത് കൊടുക്കാനുള്ള ഒരു അറേഞ്ച്മെൻ്റ് ഉണ്ട്. 10-25 ജാതികളുണ്ട്. നമ്മൾ ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് മാത്രമല്ല, OBC LEC എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഇതുണ്ട്. എനിക്ക് അറിഞ്ഞുകൂടാ. അതിനവർ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയപ്പോൾ 2014 മുതൽ അതിനെ അവരെ ഏൽപ്പിച്ചിരിക്കുന്നത് ലാൽ ബഹദൂർ ശാസ്ത്രി, അത് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ്. അവരെ ഏൽപ്പിച്ചിരിക്കുന്നത്. അവരാണ് ഈ പാരാമീറ്റേഴ്സ് എല്ലാം നോക്കിയിട്ട് അവർക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്യേണ്ടത്. എല്ലാ റിസർവേഷനും എല്ലാം നോക്കേണ്ടത് അവരുടെ ചുമതലയാണ്. അപ്പോൾ അവരാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ചെയ്യാത്തവർ. പക്ഷെ അവർ അതിൽ ലിസ്റ്റിൽ അദ്ദേഹത്തിന്റെ പേര് ശരത്ത് എന്ന് പറയുന്ന ആളുടെ പേര് ഉൾപ്പെടുത്തി എന്നാണ് പറയുന്നത്. ഇല്ല, അവരെങ്ങനെ ഉൾപ്പെടുത്തുന്നത്? അവർ ഉൾപ്പെടുത്തിയ പിന്നെ എടുക്കാതിരിക്കുന്നതാ. അങ്ങനെ എടുക്കാതിരുന്നു. അല്ല, അത് കള്ളം പറയുന്നതല്ലേ. ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് നൽകിയത് അല്ലല്ല, ഹൈക്കോടതി ആക്കിയതൊന്നുമല്ല. അങ്ങനെ അയാളില്ല. അയാൾക്ക് ഞാൻ പറയാം, ആദ്യം അവർ തീരുമാനിച്ച ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റും സബ്ജക്റ്റ് സ്പെഷ്യലിസ്റ്റും ഉണ്ട് ഈ എഡിറ്റിങ്ങിൽ തന്നെ. അവർ രണ്ടുപേരും കൂടെ തീരുമാനിച്ചത് നമുക്ക് നമ്മുടെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറഞ്ഞാൽ 60 മാർക്ക് താഴെയുള്ള ആരെയും എടുക്കേണ്ടെന്ന് ആദ്യം തീരുമാനിക്കുന്നു. അങ്ങനെ എടുത്തപ്പോൾ അവർക്ക് 4 പേരെ കിട്ടിയുള്ളൂ. അപ്പോൾ ശങ്കരമോഹനെ നിർബന്ധിച്ചിട്ടാണ് അത് വീണ്ടും 50 ആക്കാൻ പറഞ്ഞത്. മനസ്സിലായില്ലേ? നേരെ തിരിച്ചാണ് ഇവർ പറഞ്ഞുണ്ടാക്കുന്നതിന് നേരെ തിരിച്ചാണ്. ശങ്കരമോഹൻ പറഞ്ഞു ഞങ്ങൾ 50 ആക്കിയിട്ട് കുറച്ചുകൂടെ കുട്ടികൾ എടുക്കാൻ നോക്കും. 50 ആക്കിയപ്പോൾ 2 കുട്ടികൾ വന്നു. അങ്ങനെ 6 പേരായി. അപ്പം നോക്കിയപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ പിന്നെയും കുറച്ചു. പിന്നെയും നമുക്ക് ഈ ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ട് അതിനെ കുറച്ച് 45 ആക്കി. അതിലും വന്നില്ല. അപ്പോൾ വേണമെങ്കിൽ പിന്നെ LBSകാർക്ക് പറയാമായിരുന്നു, ഇതിൽ വന്നില്ലെങ്കിൽ പോലും നമുക്ക് ഒരാളിനെ എടുക്കണമെന്ന് അവർ പറയാമായിരുന്നു. അവർ പറഞ്ഞില്ല. LBS ആണ് ഇതിനകത്ത് കൃത്യമായിട്ട് ചെയ്യേണ്ടത്. അല്ല, ഇവർക്കറിയാൻ വയ്യ. ഈ ഇരുന്ന ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റിനോ സ്പെഷ്യലിസ്റ്റിനോ ഒന്നും ഈ ഇതിൻ്റെ ഒരു സിസ്റ്റം അറിഞ്ഞൂടാ. കെ.ആർ. നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കെതിരെ അടൂർ ഗോപാലകൃഷ്ണൻ. പഠിക്കാൻ വരുന്നവർ സമരം ചെയ്യില്ല. വിദ്യാർത്ഥികൾ പഠിക്കാൻ തയ്യാറാകണം. അല്ലാത്തവർ വേഗം പിരിഞ്ഞു പോകണമെന്നും അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ഈ നമുക്ക് സ്ട്രൈക്കും ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് സമയം എവിടെ? ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ വന്ന സ്റ്റുഡൻസ് 1 മാസം 2 മാസം 3 മാസമൊക്കെ സ്ട്രൈക്ക് ചെയ്യാൻ എവിടെ സമയം? അപ്പോൾ പഠിക്കണമെന്ന് വളരെ നിർബന്ധമുള്ളവരത് ചെയ്യത്തില്ല. ആരോടാണ് സ്ട്രൈക്ക് ചെയ്യുന്നത്? ആരെയാണ് തോൽപ്പിക്കാൻ നോക്കുന്നത്? കുറച്ചുകൂടിയൊക്കെ ഫ്രീഡം ആഗ്രഹിക്കുന്ന കുട്ടികളാണ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുന്നത്. അപ്പം വലിയ രീതിയിലുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ഈ ഫ്രീഡത്തിൻ്റെ കാര്യത്തിൽ. അവരുടെ ഫ്രീഡം എന്തുവാണ്? അവർക്ക് ഉള്ള സമയം കൊണ്ട് ഏറ്റവും കൂടുതൽ സിനിമയെപ്പറ്റി പഠിച്ച് അതിനെപ്പറ്റിയുള്ള പണ്ട് ബിർളാസൻ പറയുമായിരുന്നു, യു ഷുഡ് വാച്ച് ഫിലിംസ്, യു ഷുഡ് ഡ്രീം ഫിലിംസ്, യു ഷുഡ് ലിവ് ഫിലിംസ്. സിനിമ പഠിക്കാൻ വന്നവർ ചെയ്യേണ്ടത് അതാണ്. അതിനപ്പുറത്ത് വേറൊരു ലോകമില്ല അവർക്ക്. അതായിരിക്കണം. കാരണം ഉള്ള സമയം കൊണ്ട്, കാരണം ഒരു ഇൻഡസ്ട്രിയിൽ ഒരാൾക്ക് സിനിമ എടുക്കാൻ ചാൻസ് കിട്ടണമെങ്കിൽ 50, 40, 45, 50 ഒക്കെ വയസ്സാണ് ആരുടെയൊക്കെ അസിസ്റ്റൻ്റായിട്ട് നിന്നിട്ട്. ഇത് 2 കൊല്ലം കൊണ്ട് നിങ്ങൾ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിച്ച് ലോകത്തിലുണ്ടായിട്ടുള്ള മാസ്റ്റർ പീസസ് മുഴുവൻ കണ്ട് ഇതിനെപ്പറ്റി ഒരു ടേസ്റ്റ് ഉണ്ടായി. അവിടെ വരുന്ന സമയത്ത് ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഇത് അവിടെ വന്ന് ട്രാൻസ്ഫോം ചെയ്യും. അവരെ മാറ്റിയെടുക്കാൻ കഴിയും. പക്ഷേ അതിന് നമ്മൾ വിധേയനാവണം. ഒരു സ്റ്റുഡൻ്റ് എന്നുള്ള നിലയിൽ ഇതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നതിന് എന്ത് പഠിപ്പിക്കാൻ പറ്റും? ആയുർവേദത്തിൽ പറയും വിധേയനെ ചികിത്സിക്കരുതെന്ന് പറയും, അവിധേയനെ.
അതായത് ഈ ചികിത്സ കൊണ്ട് എനിക്ക് ഭേദമാകും എന്ന് വിചാരിക്കുന്നതിനെ മാത്രമേ ചികിത്സിക്കാവുന്നതാണ്. കാരണം ഈ ഇവിടുത്തെ പഠനം കൊണ്ട് എനിക്ക് ഗുണമുണ്ടാവും, എൻ്റെ അധ്യാപകരെ എനിക്ക് ഇതിൽ നിന്ന് ഞാൻ പഠിക്കാൻ വന്നതാണ് എന്ന് ധാരണ ഉണ്ടായെങ്കിലേ ശരിയാവുള്ളൂ. ഇവരെല്ലാം പുച്ഛമായിട്ടൊരുത്തനും അവിടെ നിന്ന് പഠിക്കാൻ വരരുത്, അവർ പിരിഞ്ഞു പോകണം എത്രയും വേഗം. KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വനിതാ ജീവനക്കാരെ ആക്ഷേപിച്ച് ചെയർമാൻ അടൂർ ഗോപാലകൃഷ്ണൻ. പരാതി പറഞ്ഞ് അവർ സ്റ്റാറായി, നന്നായി ഉടുത്തൊരുങ്ങിയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്നത്. വിമൻ ഇൻ സിനിമ കളക്റ്റീവ് അംഗങ്ങളെ പോലെയാണ് അവർ നിൽക്കുന്നതെന്നും അടൂർ പറഞ്ഞു. 4-5 പെണ്ണുങ്ങളുണ്ട് അവിടെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ജോലി ചെയ്യുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട് എല്ലാവരും ക്യാമറയുടെ മുമ്പിൽ ഒന്ന് പറയുന്നത് ഞങ്ങളെല്ലാം വിധവമാരാണെന്ന്. 2 പേർക്കേ ഉള്ളൂ ഭർത്താവ് മരിച്ചിട്ടുള്ളത്, 4 പേർക്കും ഭർത്താക്കന്മാരുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യും? പച്ചക്കള്ളം അവരെ പഠിപ്പിച്ചു വിട്ടിരിക്കുകയാണ്. ഈ TV യുടെ മുമ്പിലൊക്കെ പോയിട്ട് ഇപ്പോൾ സ്റ്റാഴ്സ് അവർ ഈ 4-5 പെണ്ണുങ്ങൾ നല്ല നന്നായിട്ട് ഉടുത്തൊരുങ്ങിയൊക്കെയാണ് ഇവിടെ പോകുന്നത്. ഇപ്പം വിമൻസ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, WCC എന്ന് പറയുന്നത്, അവരൊക്കെ വരുമ്പോഴത്തേക്ക് അവരിൽ ഒരാളാണെന്ന് തോന്നുന്നു കണ്ടു കഴിഞ്ഞാൽ. അത്ര വളരെ സ്റ്റൈലായി താരങ്ങളായിട്ട് മാറി. ദിവസവും ഇൻ്റർവ്യൂ വരാൻ ആളുകൾ എത്തുന്നു. അപ്പോൾ അത് വ്യക്തിപരമായ വിമർശനങ്ങൾ അല്ലെങ്കിൽ മറുപടി നൽകുമ്പോൾ അതൊരു വീണ്ടും ഒരു അല്ലല്ല, അവരിപ്പോൾ സ്റ്റാർസ് പോലെയാണ്. കാരണം അവർ ദേ ആർ ഗിവിങ് ഇൻ്റർവ്യൂസ് റെഗുലർലി. അവർക്കപ്പം പഠിച്ചു കഴിഞ്ഞവർ, അവർ നേരത്തെ ഇതൊന്നും പറയാൻ കഴിവുള്ളവരായിരുന്നില്ല, അവരെ എല്ലാം ട്രെയിൻ ചെയ്ത് കഴിഞ്ഞു. ട്രെയിൻ ചെയ്യിക്കാൻ ആളുണ്ട് എന്നാണ് താങ്കൾ? ആളുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ശങ്കർ മോഹനെ ന്യായീകരിച്ച് ചെയർമാൻ അടൂർ ഗോപാലകൃഷ്ണൻ. വനിതാ ജീവനക്കാരെ കൊണ്ട് കക്കൂസ് കഴുകിച്ചിട്ടില്ല, ഡയറക്ടറുടെ ക്വാർട്ടേഴ്സ് വൃത്തിയാക്കുന്നത് ജോലിയുടെ ഭാഗമാണെന്നും അടൂർ ഗോപാലകൃഷ്ണൻ ന്യൂസ് 18നോട് പറഞ്ഞു. ഒരു പ്രശ്നം ഈ താൽക്കാലിക ജീവനക്കാരെ സ്വന്തം വീട്ടിലെ ജോലി, സ്വന്തം വീടല്ല, അവിടെ വളച്ചു കിട്ടുന്ന അവിടെയാണ്. താൽക്കാലികക്കാർ ആണോ ഇല്ലയോ എന്നുള്ളത് വേറെ പ്രശ്നമാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക്, അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ശങ്കർ മോഹനെ ഗവൺമെൻറ് ക്ഷണിച്ചുകൊണ്ട് വന്നതാണ്. ഗവൺമെൻറ്റിന് താമസിക്കാനുള്ള വീടും സൗകര്യങ്ങളും എല്ലാം ഗവൺമെൻറ് കൊടുക്കും എന്നുള്ള കണ്ടീഷനിലാണ്, ആ കണ്ടീഷനിലാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. അദ്ദേഹം കൊടുക്കുന്നത് അദ്ദേഹം ശമ്പളം കൊടുക്കുന്നതും വാഹനം, വീട് ഇതെല്ലാം കൊടുക്കും എന്നുള്ളതാണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു അനക്സ് ബിൽഡിംഗ് ആണ്, ഗവൺമെൻറ് എടുത്തിരിക്കുന്ന അനക്സ് ബിൽഡിങ്ങിലാണ് അദ്ദേഹം താമസിക്കുന്നത്. ഒരു കൊച്ചു കെട്ടിടമാണ് അത്. പിന്നെ കോട്ടയത്തെ ഉള്ളിലോട്ട് പോയിട്ട് ഒരു റബ്ബർ തോട്ടത്തിനകത്തുള്ളൊരു വീടാണ്. അവിടെ കെട്ടിടം കിട്ടാൻ വിഷമമാണ്, അങ്ങനെ ഒരു സ്ഥലത്താണ്. അപ്പോൾ അവിടെ ആ വീട് ദിവസവും പോയി ക്ലീൻ ചെയ്യേണ്ടതാണ്, അതാണ് അവരുടെ ജോലി. കാരണം ഒരു സർക്കാർ ശമ്പളം വാങ്ങിക്കുന്നവരാണ് ഈ തൂപ്പുകാർ. അപ്പോൾ അവരുടെ ജോലി ഇതിൻ്റെ അനക്സാണ്. അങ്ങനെ ചെയ്യിക്കുന്നില്ല. അങ്ങനെ ഒരാഴ്ചയിൽ ഒരു ദിവസം ഒരാൾ, എല്ലാവരും ഇല്ല, അവരുടെ ജോലിക്ക് പുറമേ അല്ല, അവരുടെ അന്നത്തെ ജോലിയായിട്ട് ഇത് എടുക്കത്തക്കണം. 1 മണിക്കൂർ നേരത്തെ സമയമാണ് ആ മുറ്റം തൂത്ത് കൊടുക്കണം, തിണ്ണയും തൂത്ത് കൊടുക്കണം. വളരെ ചെറിയ കെട്ട് 1/4 മണിക്കൂർ കൂടുതൽ എടുക്കത്തില്ല അവിടെ മുറ്റം തൂക്കുകയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഇങ്ങനൊരു സംഗതി നടക്കുന്നുണ്ട് അവിടെ. അപ്പോൾ അതിൻ്റെ പേരിൽ വന്ന സംഗതികളൊക്കെ ഞാൻ കുറേയൊക്കെ കണ്ടു കേട്ടു. അതായത് കക്കൂസിനകത്തോട്ട് കൈയിട്ട് വരണം എന്നൊക്കെ പറഞ്ഞിട്ട്, വേറെ അതിനേക്കാൾ ആഭാസമായിട്ട് വല്ലതും പറയാമായിരുന്നു അല്ലേ? അപ്പോൾ ഞാൻ അന്വേഷിച്ചു ഇതിനെപ്പറ്റി എന്താണ് ശരിയായ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ, അവർ അവിടെ ജോലിക്ക് ഒരാഴ്ച ഒരിക്കൽ ഒരാൾ വരും. ഒരു പെൺകുട്ടി അവിടെ വരുന്നത്, അവർ പ്രായമായവരും വരാറുണ്ട്, അവരെല്ലാം ബൈ ടേണാണ് വരുന്നത്. ഈ പെൺകുട്ടി അവർക്ക് വലിയ ഇഷ്ടമായിരുന്നു. കാരണം ആ കുട്ടി ആ വീട്ടിലെ ഒരു അംഗം പോലെയായി. മോളെ നിന്നാണ് ആ കുട്ടിയെ വിളിച്ചിരുന്നത് ഇവർ, ശങ്കരമോഹൻ്റെ വൈഫ്. എന്നിട്ട് ആ കുട്ടിയാണ് ഏറ്റവും മോശമായിട്ട് സംസാരിച്ചത്. ഈ പിന്നെ കക്കൂസിനകത്ത് കൈയിട്ട് കഴുകുന്നത് അവരെ ബാത്റൂമിൽ കയറ്റിയിട്ടില്ല. ആ വീട്ടിലെ കക്കൂസ് കഴുകാനോ ബാത്റൂം കഴുകാൻ പോലും അവരെ ഒരിക്കലും എൻഗേജ് ചെയ്തിട്ടില്ല. അവരെ വീടും തൂത്ത് മുറ്റവും അവിടെ ഒരുപാട് ഇങ്ങനെ ഇല വീഴും, റബ്ബറിൻ്റെ ഇല വീഴുന്ന സ്ഥലമാണ്. അപ്പോൾ അത് മാറ്റണം. അത്രയുള്ള അവർ ചെയ്യുന്ന ജോലി പറയുന്നത്. മാക്സിമം വിശ്രമം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 1.5 മണിക്കൂർ. എന്നിട്ട് അവർ പറയുന്നത് രാത്രിയിലൊക്കെ ജോലിയാണ്. രാത്രി എത്തിയ ജോലി അവർ ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നുണ്ട്.